ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ ചായയുടെയൊക്കെ കളഞ്ഞിട്ട് ഇച്ചുവിൻ്റെ കളിക്കുന്ന സമയമായിട്ടുണ്ട്. ഐഷു ഉണ്ട് കേട്ടോ ഇന്ന് ഇച്ചുവിൻ്റെ ഒപ്പം കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ രണ്ടാളും കൂടി ബോൾ തട്ടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം അച്ഛനും ഉണ്ട് കേട്ടോ. അച്ഛനാണെങ്കിൽ ഇച്ചു ഇതാ വലിക്കുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഒരു അടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബോൾ തട്ടി രണ്ടാളും ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. അവസാനം ഈ ബോൾ തട്ടൽ അങ്ങോട്ട് മാറിയിട്ട് നേരെ പൂഴിയിൽ പോയിരുന്ന് പൂഴി വരാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ കുറേ സമയം രണ്ടുപേരും കളിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് നേരെ നമ്മളെ വിളക്കൊക്കെ കത്തിച്ച് പിന്നെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് കുറച്ച് സമയം പുറത്തൊക്കെ ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്തു കൂട്ടാം. ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇച്ചുവിന് ഇതാ നടക്കാൻ ഇറങ്ങണം. ഇവന് സ്ഥിരം പരിപാടിയാണ് ഇങ്ങനെ നടക്കണം എന്നുള്ളത്. അങ്ങനെ വെറുതെ റോഡ് വരെ പോയി ആടുന്ന ആൻറ്റീൻ്റെ അടുത്ത് നിന്ന് കുറച്ച് പൂവൊക്കെ പറിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. വയ്യ ഇവിടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു കുഞ്ഞിൻ്റെ പിറന്നാളുണ്ടായിരുന്നു കേട്ടോ, ശിവകേൻ്റെ. അപ്പോൾ നേരെ അപ്പുറത്തേക്കും പോയി. അങ്ങനെ കേക്ക് മുറിയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് അടിപൊളിയാക്കി. കുറേ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കേക്ക് കണ്ടപ്പോൾ ഇച്ചുവിനും ഭയങ്കര സന്തോഷമായി. ഇച്ചുവിൻ്റെ ഫ്രണ്ടാണ് അപ്പൂസ് കേട്ടോ. അങ്ങനെ അപ്പൂസും ഇച്ചുമൊക്കെ കേക്കൊക്കെ തിന്ന് പിള്ളേരെല്ലാവരും കേക്കൊക്കെ മുറിച്ച് തിന്ന് ആഘോഷമാക്കിയിട്ടുണ്ട്. അങ്ങനെ അവിടെ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നു. ഇച്ചു ആണെങ്കിൽ അപ്പൂൻ്റെ ഒപ്പം ഇങ്ങനെ കളിക്കാനൊക്കെ തുടങ്ങി. അപ്പു ആണെങ്കിൽ ഇച്ചുവിനെ വിടുന്നേ ഇല്ല കേട്ടോ. അങ്ങനെ കുറച്ച് സമയം അങ്ങനെ അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്ത് പിന്നെ നേരെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു.